കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറേ അധികം ഭയങ്കര ട്രെൻഡായിട്ട് ചില ഡ്രസ്സുകൾ ചേട്ടൻ കൊണ്ടുവരാറുണ്ട്. ഇതിന് പിന്നില് വൈഫാണോ? അതെ 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 കംപ്ലീറ്റ്ലി. അതല്ല, എൻ്റെ എല്ലാ സിനിമകളിലും കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സിനിമകളിലെല്ലാം എൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്യുന്നത് സരിത തന്നെയാണ്. ഓക്കെ. ആട് 3 ആട് 1 ഇതുപോലെ തന്നെ അത് ട്രെൻഡാവും നമുക്കറിയില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യാം എന്നുള്ള ലെവലിലാണ് ചെയ്തത്. ഒരു ബ്ലാക്കും റെഡും കോമ്പിനേഷൻ ഒരു പരിപാടി ചെയ്തു. സെക്കൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുണ്ട് ബ്ലാക്ക് തിരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ആവുന്നതും അല്ലെങ്കിൽ റെഡ് തിരിച്ച് അത് അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ആളുകൾ അത് സ്വീകരിച്ചു എന്ന് കാണുമ്പോഴത്തേക്കും ഓക്കെ, തേർഡിൽ എന്ത് ചെയ്യാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതിലും ആട് 3 വരുമ്പോഴും സരിത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 ടൈപ്പ് എന്താ പറയുക, ഫ്രണ്ടിൽ റെഡ് ആണെങ്കിൽ കംപ്ലീറ്റ് എല്ലാത്തിനും ബാക്കിൽ ബ്ലാക്ക് ആണ്. അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. കോസ്റ്റ്യൂമിലാണെന്നുണ്ടെങ്കിലും ഈ റെഡ് ഇതാണ് എന്നുണ്ടെങ്കിൽ റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര പണിയാണ്, ഓരോന്നും കട്ട് ചെയ്ത് ചേർക്കുക എന്ന് പറയുന്നത് മുണ്ടിൽ. അപ്പോൾ അത് അതെ അതെ അത് സരിത തന്നെ